ഈ കേസ് ഞാൻ എങ്ങനെ നടത്താൻ പോവാൻ നോക്കിയോ. ആരെ കൊണ്ട് എന്നെ പേടിപ്പിക്കാനോ എന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് നോക്കാം. ആ ഹിയറിംഗ് അങ്ങോട്ട് തുടങ്ങട്ടെ. അപ്പം മനസ്സിലാവും എല്ലാവർക്കും എൻ്റെ പവർ എന്താണെന്ന്. അത് മാത്രമല്ലാണ്ടേ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. ന്യായമാണെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങത്തുള്ളൂ. എൻ്റെ ഉദ്ദേശം തന്നെ സത്യസന്ധതയായിട്ടിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് നീ പേപ്പേഴ്സ് അവിടെ ഇരിക്കട്ടെ. ഞാൻ എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നീ സൈൻ ചെയ്താൽ മതി. നിനക്കൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. സൈൻ ചെയ്യൂലോ. ചാമ്പറിലോട്ട് വന്ന് നീ എന്നെ കാണ്. പിന്നെ ഒരു 5000 രൂപ അഡ്വാൻസ് തന്നേരെ കേട്ടോ. സാർ 5000 എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ ധൃതി പിടിക്കാതെ. ഞാൻ മുഴുവനും പറഞ്ഞില്ലല്ലോ. ഞാൻ മുഴുവനും പറഞ്ഞതിന് ശേഷം നീ പൈസ തന്നാൽ മതി. ഇത് ചായക്ക് സ്നാക്സിനുള്ള പൈസയാ മോനെ. വന്നോ നീ കടലൊക്കെ എത്ര വിലയായെന്നറിയാവോ? അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. ഇതൊന്നും ഒട്ടും ശരിയല്ല. ഞങ്ങൾ എത്രമാത്രം ശ്രമിച്ചതാ. പക്ഷെ അവർ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ പേപ്പറൊന്നും വായിക്കില്ലേ? വർഷങ്ങളായി ഇതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്നും കുറേ ന്യൂസ് ഉണ്ട്. അപ്പോൾ പോലീസും സർക്കാരും ഒന്നും ഇതിലൊന്നും ചെയ്യില്ലേ? ഞാൻ സാക്ഷിയാണ്. ഞാനന്ന് എല്ലാം കണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ വക്കീൽ അത് തെളിയിക്കും. അങ്ങനെയാണെങ്കിൽ പുറലോകത്തെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ലെന്നാണ് അർത്ഥം. പിന്നെ ചേട്ടത്തി, ഞാൻ പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. എങ്ങും പോയേക്കല്ലേ? എങ്ങോട്ടും പോയല്ലേ? പോയില്ല. അല്ല, നിന്റെ എത്രാമത്തെ കേസാ? എത്ര നേരം നിൽക്കണത്? എൻ്റെ 7ാമത്തെ കേസാ. രാവിലെ 10:30 മണിക്ക് വന്ന്. അതെ ചേട്ടാ. എന്താ ചേട്ടാ, ഒരു കാര്യമുണ്ട്. നേരമില്ല. നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. കോട്ട് അണിഞ്ഞ് നടക്കുന്നവര്. എന്തിനാ? വാ, വന്നിട്ട് പറയാന്നേ. അയ്യോ, എനിക്ക് ഹിയറിംഗിന് സമയം. ഈ സമയത്താണ് വന്ന് 2 വിളിക്കുന്നത്. മിനിറ്റ് മതി. ഈപ്പനെയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വാ. പുറത്ത് വെക്കുന്നതൊക്കെ വച്ചിട്ട്. മോണ്ടു, ഞാനേ പൈസ പിന്നെ തരാവേ. എന്താ കാര്യം? എന്താ മോനെ? സാറേ, നിങ്ങളോ? അല്ല, സാറെവിടെ? കുറെ നേരമായിട്ട് ഹിയറിംഗിന് വിളിച്ചോണ്ടിരിക്കുക. അതെനിക്കറിയില്ലല്ലോ. ഞങ്ങളും അദ്ദേഹത്തിന് വേണ്ടി തന്നെയാ കാത്തിരിക്കുന്നത്. അനിയൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പൊ ഇങ്ങെത്തും. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നേ? രണ്ടാമതൊരു ചാൻസ് ഒന്നും അവർ തരത്തില്ല. നിങ്ങളൊന്നും ഇവിടെ അന്വേഷിക്കും. ഞാൻ അകത്ത് പോയി നോക്കാം. എന്താ ചെയ്യാ? അഡ്വക്കേറ്റിനെ കണ്ടോ? അങ്ങനെ എവിടെ പോയെന്ന് അറിയില്ല ചേട്ടത്തി. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വഴിയും കാണുന്നില്ല. അനുഭവം നിങ്ങളെന്താ ഇവിടെ? ഞാൻ കേസിന് വേണ്ടി വന്നതാ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ സിസ്റ്റം മൊത്തം വേസ്റ്റാ. ഏതെങ്കിലും ഒരു VIP എത്താൽ എവിടുന്നേലും ഒരു പാവം പിടിച്ചവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലാക്കും. പക്ഷെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഒരു വാല്യൂ ഇല്ല. പോലീസ് എന്തിനാ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? ഞങ്ങള് ഒരു പാർട്ടിയിലെ അംഗങ്ങളൊന്നും അല്ലല്ലോ. നിങ്ങളെന്താ പാർട്ടി ചേരാത്ത ഒരു കുറ്റം പോലെ കാണുന്നത്.
ഞങ്ങളുടെ കൈകൾ കെട്ടിയിരിക്കുക. ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. എന്നാൽ ഈ സ്ഥിതി കണ്ട് എനിക്ക് വെറുതെ പോകാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം. ഞങ്ങൾ ആ അഡ്വക്കേറ്റിന് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട്. ചേച്ചി ഞങ്ങളെ പ്ലീസ്, സഹായിക്കണം. നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഞങ്ങൾക്ക് നീതി വേണം. ചേച്ചിയോട് കരയണ്ടെന്ന് പറ. പ്ലീസ്. ശരി ചേച്ചി. അമ്മേ, നീ എന്താ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയോ? ഉറങ്ങിയില്ലല്ലോ. പിന്നെന്താ നീ ഇനി ഉറങ്ങാത്തെ? ഉറങ്ങ. ഉറങ്ങാനല്ലേ പറഞ്ഞത് മോളെ. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. അമ്മേ, ഉം. അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലേ അമ്മേ? തീർച്ചയായും വരും. നീ വളർന്നു വലുതാവുമ്പോ അച്ഛൻ തിരിച്ചു വരും. സത്യാണോ? ദാ ആ കാണുന്ന തെളിഞ്ഞ ആകാശത്ത് 7 നക്ഷത്രങ്ങൾ അങ്ങനെ പ്രകാശിക്കുമ്പോ നിന്റെ അച്ഛനെ നിനക്ക് കാണാൻ കഴിയും. അത് നിന്റെ ഏരിയ അല്ലല്ലോ. എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, പിന്നെ ഞാൻ ആക്ഷൻ എടുത്തേക്കും. അതിരിക്കട്ടെ, എത്ര രൂപ വാങ്ങിച്ചു? ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഇതാ നോക്കി, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളത്തേനുള്ളിൽ അവന്മാരെ എല്ലാവരെയും ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണോ? അത് കാരണം നിന്റെ ജോലി പോയാലേ ഞാനല്ല ഉത്തരവാദി.